തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഒരു നാടകം. ഡയറക്ടർ പിണറായി വിജയൻ, അഭിനയവും ക്യാമറയും ചെയ്തത് കേന്ദ്രവും ഇഡിയും ചേർന്ന 14.5 മണിക്കൂർ നീണ്ടുനിന്ന നാടകമായിരുന്നു. ഇത്രയും നേരം പരിശോധിക്കാൻ മാത്രം എന്താണ് അൻവറിനെതിരെയുള്ള കേസ്? ഇത്രയും നേരം പരിശോധിച്ചിട്ട് എന്താണ് അൻവറിന്റെ വീട്ടിൽ നിന്നും ഇഡി കൊണ്ടുപോയത്? ഇതിനൊന്നും ഉത്തരമേയില്ല. വലിയ ചോദ്യങ്ങളാണ് അൻവർ ബാക്കി വെച്ചിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പരിശോധന രാത്രി 9:30ക്കാണ് അവസാനിച്ചത്. ഇത്രയും വലിയൊരു സിനിമാ കഥ വേണമായിരുന്നു? അൻവർ എന്ന് ഒതുങ്ങിയെന്ന് കണ്ടപ്പോൾ വെറുതെ വിടുകയും UDF-മായി സഖ്യത്തിലേക്കെന്ന വാർത്ത വന്നപ്പോൾ അടിച്ചിരുത്താൻ നോക്കുന്നത് ഒരു തരം ഭീരുത്വമല്ലേ? നിലമ്പൂരിൽ അൻവറിനുള്ള പിന്തുണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്ന തൃണമൂൽ UDF സഖ്യ വാർത്തകളിൽ വിറച്ച പിണറായി സർക്കാർ നാടകമായിരുന്നു ഇഡി പരിശോധനയിലൂടെ അരങ്ങേറിയത്. കൊച്ചിയിൽ നിന്നുമുള്ള ഇഡി സംഘമായിരുന്നു അൻവറിന്റെ ഓദായിലെ വീട്ടിൽ പരിശോധന നടത്തിയത്. വൻ പോലീസ് സുരക്ഷയിലായിരുന്നു പരിശോധന നടന്നത്. അൻവറിന്റെ സഹായിയായ സിയാദിന്റെ എടവണ്ണയിലെ വീട്ടിലും പരിശോധന നടന്നിരുന്നു. പരിശോധനയ്ക്കിടെ വീട്ടിലെത്തിയ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അൻവറിനെ കാണാൻ ശ്രമിച്ചത് ഉദ്യോഗസ്ഥർ തടഞ്ഞു. പിന്നാലെ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും അൻവർ 12 കോടി രൂപ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നേരത്തെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ രേഖകൾ ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. 2015-ലായിരുന്നു അൻവർ KFC-യിൽ നിന്നും 12 കോടി രൂപ വായ്പ എടുത്തത്. ഇത് അടച്ചില്ല എന്നാണ് പരാതി. പലിശ അടക്കം 22 കോടി രൂപ തിരികെ അടക്കാനുണ്ട് എന്നാണ് വിവരം. ഇത് KFC-ക്ക് വൻ നഷ്ടം വരുത്തിയെന്നായിരുന്നു പരാതി. ഈ വിഷയത്തിൽ പരാതി കിട്ടിയാൽ ഇഡി അന്വേഷിക്കുമെന്നും അറിയേണ്ട കാര്യങ്ങൾ ഇഡി ചോദിച്ചുവെന്നും നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നും ഹാജരാക്കേണ്ട കാര്യം പറഞ്ഞിട്ടില്ല എന്നും അൻവർ പ്രതികരിച്ചു. ഇനി എന്തെങ്കിലും അൻവറിന്റെ മുറിയിൽ നിന്നും കിട്ടുമോ എന്ന് തപ്പി ഇഡിക്ക് വല്ല തെളിവ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല താനും. അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ ചേർക്കുന്നു. ഇഡി അന്വേഷണം ഇല്ലാത്ത നേതാക്കന്മാരാരുള്ളത്? രാഹുൽ ഗാന്ധി തൊട്ട് പ്രിയങ്ക ഗാന്ധി തൊട്ട് വധേതര തൊട്ട് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി, എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ഇഡി അന്വേഷണങ്ങളുണ്ട്. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അതൊന്നും വലിയ കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇത് KFC-യുമായി ബന്ധപ്പെട്ട് 2015 ഞാൻ MLA ആവുന്നതിന് മുമ്പെടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏകദേശം 9.5 കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത്. അതിൽ 6 കോടി രൂപ റീപേയ്മെൻറ്റ് നടത്തിയതാണ്. പക്ഷേ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് റീപേയ്മെൻ്റ് ഒന്നും നടന്നിരുന്നില്ല. എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം 6 കോടി രൂപ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയത്. ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാജരാക്കി കൊടുക്കും. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് നിർമ്മാണത്തിന് വേണ്ടി എടുത്താണോ? അതെ, നിർമ്മാണത്തിന്. പാർക്കും അപ്പാർട്ട്മെൻറ്റ്. അതെ അതെ. ഇല്ലല്ല, തിരിച്ചടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. ഈ എമൗണ്ട് എടുത്തതിന് ശേഷം 1 ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ അത് മൂവ് ചെയ്തതാണ്. പക്ഷെ അതിന് നമ്മൾ കൊടുത്ത ഓഫർ പോരാ എന്ന് പറഞ്ഞ് KFC ഒരു മറുപടി തന്നു. അപ്പോൾ ഫർദർ ഓപ്ഷൻ അവരുടെ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ച് നമ്മൾ കത്ത് കൊടുത്തു. ആ കത്തിന് മറുപടി വരുന്നതിന് മുമ്പാണ് ഈ ലീഗൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. ഇല്ല, രാഷ്ട്രീയ ഇപ്പം എല്ലാത്തിലുണ്ടല്ലോ. രാഷ്ട്രീയം തന്നെയാണല്ലോ എല്ലാം. അല്ല, അതിപ്പോൾ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ കാര്യങ്ങൾ അവർക്ക് മറുപടി പറയുക, നാളെ ലീഗലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്ന് മാത്രമേ സാധിക്കുള്ളൂ. അല്ല, കള്ളപ്പണ ഇടപാട് വരുന്നില്ലല്ലോ. ഇത് ലോൺ എടുത്തു. ലോകത്തെല്ലാവരും ലോൺ എടുക്കുന്ന PV Anwar മാത്രമല്ലല്ലോ. അത് തിരിച്ചടച്ച് പൂർത്തിയാകുന്നുണ്ട്, തിരിച്ചടവ് മുടങ്ങുന്നുണ്ട്. അപ്പോൾ 10,000-കണക്കിന് ജപ്തിയുടെ കേസുകൾ തിരിച്ചടക്കാൻ കഴിയാതെ കേരളത്തിലെ തന്നെ വിവിധ കോടതികൾ കിടക്കുന്നുണ്ട്.
അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് കള്ളപ്പണ ഇടപാടാകുന്നത് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അതിനി ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇപ്പം എത്ര രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? അല്ല, നമ്മളത് ഫുൾ വൺ ടൈം സെറ്റിൽമെൻറ്റ് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അതിനുള്ള സെറ്റിൽമെൻറ്റ് എമൗണ്ട് KFC തീരുമാനിച്ചു തന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ വിജിലൻസ് കേസുകളും ബാക്കിയുള്ളതും അതിനെ തുടർന്നുള്ള ED, കാരണം 4 ദിവസം മുമ്പാണ് വിജിലൻസ് പോയത് ഇതേപോലെ തന്നെ. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് ഇപ്പോൾ EDയുടെ ഈ സെർച്ചും വിഷയങ്ങളൊക്കെ. അങ്ങനെ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു ഇടപാട് ഇതിൽ നടക്കുന്നില്ല. എല്ലാ ഡോക്യുമെൻസും ഉള്ളത് KFCയുടെ കയ്യിൽ തന്നെ. അതായത് താങ്കളുടെ പേരിലെടുത്ത ലോണും സിയാദിൻ്റെ പേരിലെ മാലങ്കുളം കൺസ്ട്രക്ഷൻസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിലെ ഒരു ഡയറക്ടർ മാത്രമാണ് സിയാദ്. അത് ഭൂമി തക്കതായ വാല്യുവേഷൻ റിപ്പോർട്ടുള്ള ഭൂമികൾ അതിന് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരേ ഭൂമിയിൽ 2 ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാക്കുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്നത്, ഒരു ലോൺ എടുത്തത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത്. രണ്ടും KFC ലോൺ തന്നെയാണ് ഒരേ പീരീഡിൽ. അല്ല, എന്താ ഒരു കണ്ടെത്തട്ടെ, നമുക്ക് നോക്കാം. 2015 അൻവർ MLA കൂടിയല്ല. ഇത് എങ്ങനെയാണ് അൻവർ സ്വാധീനിച്ചതെന്നുള്ളതൊക്കെ അറിയണ്ടേ. ഇതൊരു കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിക്ക് ഫർദർ കൺസ്ട്രക്ഷൻ എടുത്ത ലോണുകളാണ്. അതൊക്കെ ക്ലിയർ റെക്കോർഡുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി തീരുമാനിക്കേണ്ട കോടതികളാണ്. അല്ല, തീർച്ചയായിട്ടും എല്ലാവർക്കും വൺ ടൈം സെറ്റിൽമെൻറ്റ് കൊടുക്കുന്നതാണ് KFC. എല്ലാ ഘട്ടത്തിലും കൊടുക്കുന്നതാണ്. നമ്മൾ കൊടുത്തത് റിജക്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ള റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെൻറ്റ് നോട്ടീസിലേക്കാണ് പോയത്. അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിലുണ്ടാവും എന്നുള്ളത് ആർക്കും നോക്കിയാലും മനസ്സിലാവും.